എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കട്ടിളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും പക്ഷേ ജാമ്യം ലഭിച്ചാലും പത്മകുമാറിന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ കഴിയില്ല. അടുത്ത ആഴ്ച ആണ് ഈ ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാറിന്റെ 90 ദിവസം പൂർത്തിയാവുക. ആ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായി ഈ പറയുന്ന പത്മകുമാറിന് സാധിക്കുകയുള്ളൂ. അത് അടുത്ത ആഴ്ച തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷ പത്മകുമാർ നൽകും. പിന്നാലെ തന്നെ സ്വാഭാവികമായും പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും അദ്ദേഹത്തിന് പുറത്തേക്കിറങ്ങാൻ കഴിയുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ ഈ കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന 7ാമത്തെ പ്രതിയാണ് എ പത്മകുമാർ. തന്ത്രി ഒഴികെ ബാക്കി 5 പേരും സ്വാഭാവിക ജാമ്യത്തിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 5 പേരും സ്വാഭാവിക ജാമ്യത്തിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മാത്രമല്ല തന്ത്രി മാത്രമാണ് 41 ദിവസം ജയിലിൽ കടന്ന ശേഷം അല്ലെങ്കിൽ ജയിലിൽ കിടന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും 7ാമത്തെ പ്രതിയാണിപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൽ 6 പേരും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം നേടിയവരാണ്. ഇനി കൂടുതൽ പ്രതികൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അറസ്റ്റിലായ ആ ഒരു കാലാവധി വെച്ചിട്ടാണ് 90 ദിവസം കണക്കാക്കുന്നത്. ആ 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങും. നേരത്തെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയിരുന്നു. മുരാരി ബാബു, അതുപോലെ തന്നെ വിജയകുമാർ, അങ്ങനെ നിരവധി ആളുകൾ ഇറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ശങ്കർദാസ് അടക്കമുള്ളവരാണ് നിലവിൽ ജയിലിൽ കഴിയുന്നത്. അവരും ഈ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരും ജയിലിൽ 90 ദിവസം പൂർത്തിയാക്കുമ്പോൾ അവരും പുറത്തേക്ക് ഇറങ്ങും. ഏതായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു കേസിൽ, അതായത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി ഒരു കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയും.